നമസ്കാരം. 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും 100 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 4 ദിവസം പെരുമഴ, മഴക്കെടുതികളിൽ നിന്ന് 3 മരണം. തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ വള്ളം മറിഞ്ഞ ഒരാളെ കാണാതായി. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ റെഡ് അലർട്ട്. തൃശൂർ വാഴച്ചാലിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ടു. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നടുക്കം മാറാത്ത മുണ്ടക്കയിൽ 24 മണിക്കൂറിനിടെ ലഭിച്ചത് 234 മില്ലിമീറ്റർ മഴ. വയനാട്ടിലെ മുണ്ടക്കൈയിലേക്കുള്ള ബെയിലി പാലം അടച്ചു. ബെയിലി പാലത്തിന്റെ സംരക്ഷണ കവചത്തിന് വിള്ളൽ കണ്ടെത്തി. മുണ്ടക്കൈയിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല. സംരക്ഷണ ഭിത്തിയിലെ വിള്ളൽ പരിഹരിക്കാൻ ശ്രമം. ചരിത്രം കുറിച്ച് ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ. നിലയവുമായി ബന്ധിപ്പിച്ചത് നിശ്ചിത സമയത്തിന് മുൻപ്. ലക്ഷ്യം കണ്ടത് 28 മണിക്കൂർ 50 മിനിറ്റ് നീണ്ട യാത്രയ്ക്കൊടുവിൽ. ഇനി 12 നാൾ ശുഭാംശു ശുക്ലയും സംഘവും ബഹിരാകാശത്ത്. തൃശൂരിൽ റോഡിലെ കുഴിയിൽ വീണ യുവാവ് മരിച്ചതിനു പിന്നാലെ വൻ പ്രതിഷേധം. റോഡിൽ കിടന്ന് പ്രതിഷേധിച്ച് കോൺഗ്രസും ബിജെപിയും. മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പ്രതിപക്ഷം. പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്തിന്റെ ദാരുണാന്ത്യം. കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിക്കുന്നതിനിടെ ബസിനടിയിൽപ്പെട്ട്. ചാലിയാറിലെ കുത്തൊഴുക്കിൽ മറുകര കടക്കാനാകാതെ 2 മണിക്കൂറോളം കുടുങ്ങിയ നിയുക്ത എംഎൽഎ ആര്യാടൻ ഷൌക്കത്തും സംഘവും തിരിച്ചെത്തി. സംഭവം നിലമ്പൂർ വാണിയമ്പുഴ ഉന്നതിയിൽ. എംഎൽഎ കുടുങ്ങിയത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബില്ലിയുടെ മൃതദേഹവുമായി പോയപ്പോൾ. ആര്യാടൻ ഷൌക്കത്തിന്റെ സത്യപ്രതിജ്ഞ നാളെ. 24 വാർത്തയിൽ തുടർ നടപടികൾ. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ 24ന്റെ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞ മന്ത്രി എം.പി. രാജേഷ്. SKN40 യാത്രയെ പ്രശംസിച്ച അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ. SKN40 കേരള യാത്രയിൽ തുറന്നുകാട്ടിയ തലശ്ശേരിയിലെ ലഹരി കേന്ദ്രത്തെ മാറ്റിയെടുക്കാൻ രംഗത്തിറങ്ങി നഗരസഭ. ലഹരിക്കെതിരായ 24ന്റെ പോരാട്ടം 2ാം ഘട്ടത്തിലേക്ക്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് അമ്മയെ തീകൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ മകൻ പിടിയിൽ. നാലങ്ങി സ്വദേശി ഫിൽദയുടെ മരണത്തിലാണ് മകൻ മെൽവിനെ കർണാടകയിലെ ഉടുപ്പിയിൽ നിന്ന് പിടികൂടിയത്. മെൽവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ഫിൽദയുടെ ബന്ധു ലോലിറ്റ ചികിത്സയിലാണ്. ഭാരതാംബ വിവാദത്തിൽ സർക്കാരും ഗവർണറുമായി നേർക്കുനേർ പോര്. ഭാരതാംബ ചിത്രത്തിൽ എതിർപ്പറിയിച്ച് മുഖ്യമന്ത്രി രാജ്ഭവന് കത്ത് നൽകി. ഇത്തരം ബിംബങ്ങൾ ഭരണഘടനാ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി. മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇറങ്ങിപ്പോക്കിൽ മുഖ്യമന്ത്രിക്ക് ഗവർണറുടെ കത്ത്. വിദ്യാഭ്യാസ മന്ത്രിയുടേത് പ്രോട്ടോകോൾ ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടൽ. ഭാരതാംബ ചിത്രത്തെ ചൊല്ലി കേരള സർവകലാശാല സെനറ്റ് ഹാളിലുണ്ടായ വിവാദം അന്വേഷിക്കണമെന്ന് രജിസ്ട്രാർ DGPക്ക് കത്ത് നൽകി. തിരുവനന്തപുരത്ത് ഓൺലൈൻ തട്ടിപ്പിൽ കുടുങ്ങി കാണാതായ യുവതിയെ കണ്ടെത്തി. കിളിമാനൂർ സ്വദേശി പാർവതിയെ കണ്ടെത്തിയത് തമ്പാനൂർ റെയിൽവേ പോലീസ്. യുവതിയെ കാണാതായ വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. MR അജിത് കുമാറിന്റെ പേരില്ലാതെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ചുരുക്കപ്പട്ടിക. നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവർ സാധ്യതാ പട്ടികയിൽ. മനോജ് ഇബ്രാഹിമിനെയും UPSC പരിഗണിച്ചില്ല. മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകം. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. നോവലിനുള്ള പുരസ്കാരം GR ഇന്ദുഗോപന്റെ ആനോയ്ക്ക്. കവിതയ്ക്ക് അനിത തമ്പിയും വി ഷിനിലാൽ ചെറുകഥയ്ക്കുള്ള പുരസ്കാരം നേടി. M. സുരാജിന്റെ പൂക്കളുടെ പുസ്തകത്തിന് എൻഡോവ്മെന്റ് പുരസ്കാരം. ഒരു പുരസ്കാരവും സ്വീകരിക്കില്ലെന്നും പുരസ്കാരങ്ങൾ സ്വീകരിക്കേണ്ടെന്നത് മുൻപേയുള്ള നിലപാടെന്നും M. സുരാജ്. കാവിക്കൊടിയെ ദേശീയ പതാകയാക്കണമെന്ന വിവാദ പരാമർശത്തിൽ പാലക്കാട് നഗരസഭാ കൌൺസിലർ N. ശിവരാജനെ താക്കീത് ചെയ്ത് BJP സംസ്ഥാന നേതൃത്വം. പരസ്യ പ്രതികരണങ്ങൾ നടത്തരുതെന്ന നിർദ്ദേശം. PK കൃഷ്ണദാസിന്റെയും MT രമേശിന്റെയും ഇടപെടലിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിൽ നിന്ന് സംസ്ഥാന നേതൃത്വം പിന്മാറി. UDF പ്രവേശനത്തിൽ PV അൻവറിനെ കൈവിട്ട രമേശ് ചെന്നിത്തലയും അൻവർ ഇല്ലാതെ തിളക്കമാർന്ന ജയം UDF നേടി. വിജയത്തിന്റെ ക്രെഡിറ്റ് UDF നേതാക്കൾക്ക്. മുസ്ലിം ലീഗിന് ബിഗ് സല്യൂട്ട് എന്നും രമേശ് ചെന്നിത്തല 24നോട്. അൻവറിനെ മുന്നണിയിൽ എടുക്കണമെന്ന് പറഞ്ഞവർ തന്നെ ഇപ്പോൾ തിരുത്തിയെന്ന് VD സതീശൻ. CPIയെ UDFിലേക്ക് ക്ഷണിച്ച അടൂർ പ്രകാശിനെ പരിഹസിച്ച K. പ്രകാശ് ബാബു. RSS സഹകരണ പ്രസ്താവനയിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് വിമർശനം. CPIM സംസ്ഥാന സമിതിയിലാണ് വിമർശനം. CPIMനെ എല്ലാ വർഗീയതയെയും എതിർക്കുന്ന പാർട്ടിയായാണ് ജനം കാണുന്നത്. സംസ്ഥാന സെക്രട്ടറി തന്നെ വർഗീയ ബന്ധം സ്ഥിരീകരിച്ചാൽ പിന്നെ എന്താണ് സ്ഥിതിയെന്നും സമിതിയുടെ വിമർശനം. നിർണായക രാഷ്ട്രീയ ശക്തിയായ SDPI മാറണമെന്ന് പോപ്പുലർ ഫ്രണ്ട് പദ്ധതിയിട്ടിരുന്നത് NIA. ജുഡീഷ്യറിയിലും സൈന്യത്തിലും പോലീസിലുമടക്കം സ്വാധീനമുറപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്ത് കോടതിയിൽ NIA സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ബ്ലാക്ക് ബോക്സ് വിവരങ്ങൾ പരിശോധിച്ചു തുടങ്ങി. കോക്പിറ്റ് വോയിസ് റെക്കോർഡറിലെയും ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിലെയും വിവരങ്ങളാണ് പരിശോധിക്കുന്നത്.
ആന്റോ ആന്റണി എംപിക്ക് SDPI നേതാക്കൾ മധുരം നൽകുന്ന റീലിൽ വിവാദം. SDPIയിൽ നിന്ന് MP മധുരം സ്വീകരിച്ചതിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും അമർഷം. അനാവശ്യ വിവാദമെന്നും MP ഓഫീസിൽ ആർക്കും വരാമെന്നും ആന്റോ ആന്റണി. പാലക്കാട് ശ്രീകൃഷ്ണപുരം സെയിന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശീർ നന്ദയുടെ ആത്മഹത്യയിൽ 2 പേരെ കൂടി പുറത്താക്കി മാനേജ്മെന്റ്. ഇതോടെ 5 അധ്യാപകരെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. ഇതിനിടെ ആശീർ നന്ദ എഴുതിയ ആത്മഹത്യാക്കുറിപ്പും പോലീസിന് ലഭിച്ചു. ഇതിൽ പേരുള്ള 2 അധ്യാപകരെയാണ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് പുറത്താക്കിയത്. രോഗാവസ്ഥയിലുള്ള മകനെ ഇരുമ്പുവാതിൽ മുറിയിൽ പൂട്ടിയിടേണ്ടി വന്ന അമ്മയുടെ നിസ്സഹായ അവസ്ഥയിൽ ഇടപെട്ട രമേശ് ചെന്നിത്തല. അപസ്മാരം ബാധിച്ച സൗരവിന്റെ 6 മാസത്തെ ചികിത്സാ ചെലവേറ്റെടുക്കും. ചികിത്സയ്ക്ക് പണമില്ലാതെ പ്രതിസന്ധിയിലായ അമ്മ രമയുടെ അവസ്ഥ പുറംലോകത്തെ അറിയിച്ചത് 24. തിരുവനന്തപുരത്ത് ഹരിത കർമ്മസേനാംഗത്തെ BJP കൌൺസിലർ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ വിവാദം. കൌൺസിലറെ അനുകൂലിച്ചും എതിർത്തും കൌൺസിൽ യോഗത്തിൽ ബഹളം. സാമ്പത്തിക തട്ടിപ്പ് മറയ്ക്കാൻ ഹരിത കർമ്മസേനാംഗം പ്രതിഭയെ കൌൺസിലർ മഞ്ജു PV ഭീഷണിപ്പെടുത്തിയെന്ന വാർത്ത പുറത്തുവിട്ടത് 24. വാർത്തയ്ക്ക് പിന്നാലെ കൊമ്പുകോർത്ത് കൌൺസിലർമാർ. രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ഇറാൻ. പാർലമെന്റ് തീരുമാനത്തിന് സുപ്രീം കൌൺസിൽ അംഗീകാരം നൽകി. ഇസ്രയേലിനൊപ്പം ആക്രമിക്കാനിറങ്ങിയ അമേരിക്കയുടെ മുഖത്ത് കനത്ത പ്രഹരം നൽകിയെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയി. ഇറാന്റെ തിരിച്ചടിയിൽ സയനിസ്റ്റ് ഭരണകൂടം തകർന്ന് തരിപ്പണമായി. ഖമനയിയുടെ പ്രതികരണം സംഘർഷം അവസാനിച്ച ശേഷം ആദ്യം. ഇറാന്റെ ആണവ നിലയങ്ങൾ തകർത്തെന്ന് ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫോൺ ചോർത്തൽ വിവാദത്തിൽ സംസ്ഥാന സർക്കാരിനും PV അൻവറിനുമെതിരെ വിമർശനവുമായി ഹൈക്കോടതി. എന്തുകൊണ്ട് കേസ് അവസാനിപ്പിച്ചെന്ന് സർക്കാരിനോട് കോടതി ചോദിച്ചു. തെളിവുകൾ ലഭിച്ചില്ലെന്നായിരുന്നു സർക്കാർ മറുപടി. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേടിൽ മുൻ ജീവനക്കാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. പ്രതികൾ മേൽക്കോടതിയിൽ പോയാലും ഇതുതന്നെയായിരിക്കും അവസ്ഥയെന്ന് G കൃഷ്ണകുമാർ. ഇടുക്കി ഉപ്പുതറയിലെ ലൈഫ് പദ്ധതി ക്രമക്കേടിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി. വിജിലൻസും ലൈഫ് മിഷനും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകി. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വീട് തരപ്പെടുത്തിയത് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ 150-ലേറെ പേർ. ബേപ്പൂരിൽ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ നിർണായക ദൃശ്യങ്ങൾ 24-ന്. കഞ്ചാവ് വലിക്കുമ്പോൾ പിടികൂടിയെന്ന പോലീസ് വാദം പൊളിയുന്നു. അനന്തുവിനെയും സുഹൃത്തുക്കളെയും പോലീസ് പിടികൂടിയത് ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ. CCTV ദൃശ്യങ്ങൾ 24-ന്. ലഹരിവിരുദ്ധ ദിനത്തിൽ കോഴിക്കോട് നഗരത്തിൽ വൻ ലഹരിമരുന്നുവേട്ട. LSD സ്റ്റാമ്പുകളുമായി 2 പേർ പിടിയിൽ. ആലപ്പുഴ അരൂർ സ്വദേശികളായ മിഥുൻ രാജും അഭിഷേകും പിടിയിലായത് ടൗൺ പോലീസും ഡാൻസ് ഓഫ് സംഘവും നടത്തിയ പരിശോധനയിൽ. സർക്കാർ വീണ്ടും 2000 കോടി രൂപ വായ്പയെടുക്കുന്നു. പൊതുവിപണിയിൽ നിന്ന് കടപ്പത്രം വഴിയാണ് സംസ്ഥാന സർക്കാർ വായ്പയെടുക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയും സർക്കാർ 2000 കോടി വായ്പയെടുത്തിരുന്നു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയെന്ന് മകൻ B അരുൺകുമാർ. 72 മണിക്കൂർ നിരീക്ഷണ സമയം കഴിഞ്ഞിട്ടില്ല. നാളെ രാവിലെ കുറച്ചുകൂടി വ്യക്തമായ നിഗമനങ്ങളിൽ എത്താനാകുമെന്നും അരുൺകുമാർ. ചുരുളി സിനിമാ വിവാദത്തിൽ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിക്കെതിരായ ആരോപണത്തിൽ ഉറച്ച് നടൻ ജോജു ജോർജ്. അസഭ്യ വാക്കുകളുള്ള സിനിമ ഫെസ്റ്റിവലിനാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് താൻ അഭിനയിച്ചത്. തുണ്ടുകടലാസിന് പകരം സിനിമയുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച യഥാർത്ഥ കരാർ രേഖ പൂർണ്ണമായി പുറത്തുവിടണമെന്ന് ജോജു ജോർജ്. മലപ്പുറം അങ്ങാടിപ്പുറത്ത് 4ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് നേരെ പാഞ്ഞെടുത്ത് തെരുവുനായ. തലനാരിഴയ്ക്കാണ് കുട്ടി രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെയാണ് സംഭവം. ഇനി കേരളത്തിലെ പ്രധാന വാർത്തകളാണ്. ആലപ്പുഴ ആരൂരിൽ മാലിന്യ പ്രശ്നം പരിശോധിക്കാനെത്തിയ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് വധഭീഷണി. മാലിന്യമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി പരിശോധനയ്ക്കെത്തിയവർക്ക് നേരെയാണ് ഭീഷണി. കോഴിക്കോട് നാദാപുരത്ത് മദ്യക്കടത്ത് പിടികൂടുന്നതിനിടെ എക്സൈസ് ഉദ്യോഗസ്ഥനെ ഓട്ടോ ഇടിപ്പിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി കീഴടങ്ങി. നെരിപ്പറ്റ സ്വദേശി സുരേഷാണ് കീഴടങ്ങിയത്. രമേശ് ചെന്നിത്തല നയിക്കുന്ന ലഹരിവിരുദ്ധ റാലി കൊല്ലത്ത്. വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് റാലി. കേരളത്തെ രക്ഷിക്കാനുള്ള ഈ പോരാട്ടത്തിൽ രാഷ്ട്രീയമില്ലെന്നും ലഹരിവിരുദ്ധ റാലി മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും രമേശ് ചെന്നിത്തല. പാലക്കാട് ടാങ്കർ ലോറിയിൽ നിന്നും ഓക്സിജൻ ലീക്കായി. ദേശീയപാത കല്ലടിക്കോട് കരിമ്പ പനയമ്പാടത്താണ് ടാങ്കർ ലോറിയിൽ നിന്ന് വൻതോതിൽ ഓക്സിജൻ ലീക്കായത്. പുകപടലം പോലെ ഓക്സിജൻ അന്തരീക്ഷത്തിൽ പടർന്നതോടെ നാട്ടുകാർ പരിഭ്രാന്തിയിലായി. എറണാകുളം ഏലൂരിൽ ലഹരി ഉപയോഗത്തിനെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം. ഏലൂർ മജ്നൂൺ കഫേയ്ക്ക് മുന്നിലാണ് പ്രതിഷേധം. ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടാൽ കൈയും കാലും ഞങ്ങൾ എടുക്കുമെന്ന പോസ്റ്ററും സ്ഥാപിച്ചു.
എറണാകുളം സെയിന്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ IPS ലഹരി വസ്തുക്കൾ പ്രതീകാത്മകമായി കത്തിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജയൻ പയ്യമ്പള്ളി അധ്യക്ഷത വഹിച്ചു. DCP വിനോദ് പിള്ള ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എറണാകുളം വല്ലാർപാടം സെയിന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ നടത്തിയ ലഹരിക്കെതിരെ എന്റെ ഒരു ഗോൾ പദ്ധതി KN ഉണ്ണികൃഷ്ണൻ MLA ആദ്യ ഗോൾ അടിച്ച് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജെറോം ചമ്മണിക്കോടത്ത് അധ്യക്ഷത വഹിച്ചു. ലഹരിക്കെതിരെ 2025 ഗോളാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. വീണ്ടും സമരവുമായി ഫിലിം ചേംബർ. നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെങ്കിൽ ജൂലൈ 15-നകം വീണ്ടും സമരം തുടങ്ങുമെന്ന് വ്യക്തമാക്കി മന്ത്രി സജി ചെറിയാന് ഫിലിം ചേംബർ കത്ത് നൽകി. തമിഴ്നാട് വാൽപ്പാറയിൽ 6 വയസ്സുകാരിയെ ആക്രമിച്ച് ഭക്ഷിച്ച പുലി പിടിയിൽ. തമിഴ്നാട് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. കൌമാരക്കാരിലെ ലഹരി ഉപയോഗത്തിനെതിരെ 1 വർഷം നീളുന്ന ബോധവൽക്കരണവുമായി അധ്യാപക കൂട്ടായ്മ. 60ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വാഗതഗാനം ആലപിച്ച പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകരുടെ കൂട്ടായ്മയായ ഒക്ടേവ് മ്യൂസിക് ക്ലബ് കാസർഗോഡാണ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. അമേരിക്കൻ സൊസൈറ്റി ഓഫ് ക്ലിനിക്കൽ ഓങ്കോളജി പുരസ്കാരം അമൃത സ്കൂൾ ഓഫ് ഫാർമസിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ മീനു വിജയന്. ഷിക്കാഗോയിൽ നടന്ന ASCO വാർഷിക സമ്മേളനത്തിൽ മീനു പുരസ്കാരം ഏറ്റുവാങ്ങി. ക്യാൻസർ ചികിത്സാ രംഗത്തെ ഗവേഷണങ്ങളാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ N രാമചന്ദ്രന്റെ 11ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ട്രിവാൻഡ്രം ക്ലബ് സുബ്രഹ്മണ്യം ഹാളിൽ നടന്ന ചടങ്ങിൽ N രാമചന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് പ്രഭാ വർമ്മ അധ്യക്ഷനായി. N രാമചന്ദ്രൻ ഫൗണ്ടേഷൻ സെക്രട്ടറി PP ജെയിംസ്, CN ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ആകസ്മിക ദുരന്തങ്ങളിൽ പ്രതിസന്ധിയിലാകുന്ന മാധ്യമപ്രവർത്തകരുടെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസമെത്തിക്കാൻ വെൽഫെയർ ഫണ്ട് നടപ്പാക്കാൻ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ്. പ്രഖ്യാപനം ഈ മാസം 28-ന് എറണാകുളം TDM ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ലഹരി വിരുദ്ധ ദിനത്തിൽ പയ്യോളി അയനിക്കാട് അയ്യപ്പൻകാവ് UP സ്കൂൾ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ പയ്യോളി ബസ് സ്റ്റാൻഡിലും പരിസര പ്രദേശങ്ങളിലും കുഞ്ഞുങ്ങൾ ഫ്ളാഷ് മോബ് അവതരിപ്പിച്ചു. ചടങ്ങ് പയ്യോളി സർക്കിൾ ഇൻസ്പെക്ടർ സജീഷ് AK ഉദ്ഘാടനം ചെയ്തു. പ്രധാന അറിയിപ്പുകൾ. ISROയുടെ കേന്ദ്രങ്ങളിൽ ഇന്റേൺഷിപ്പിന് അപേക്ഷിക്കാം. BTech, MTech, MSc പൂർത്തിയാക്കിയവർക്ക് അപേക്ഷിക്കാം. BSc അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾ വെബ്സൈറ്റ്. പട്ടികജാതി വികസന വകുപ്പിന്റെ ജ്വാല ലീഗൽ സെല്ലിൽ ലീഗൽ കൌൺസിൽ തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. കേരളത്തിലെ വനപ്രദേശങ്ങളിൽ ഗവേഷണം നടത്തുന്നതിനുള്ള അനുമതി ഇനി മുതൽ വനംവകുപ്പിന്റെ റീച്ച് പോർട്ടൽ വഴി മാത്രം. പ്ലാറ്റ്ഫോം ജൂലൈ 1 മുതൽ പ്രവർത്തനം ആരംഭിക്കും. ദേശീയ വാർത്തകൾ. ഷാൻഹായ് പ്രതിരോധ മന്ത്രിമാരുടെ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിടാൻ വിസമ്മതിച്ച് ഇന്ത്യ. സംയുക്ത പ്രസ്താവനയിൽ ഭീകരവാദത്തിനെതിരായ നിലപാട് സ്വീകരിക്കാത്തതിൽ അതൃപ്തി. പാകിസ്ഥാനും ചൈനയും തീവ്രവാദത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചെന്ന് സൂചന. രാജ്നാഥ് സിംഗ് എതിർപ്പറിയിച്ചതോടെ സംയുക്ത പ്രസ്താവന ഒഴിവാക്കി. മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ കുത്തൊഴുക്കിൽ ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ 20 പേരെ കാണാതായി. 2 പേരുടെ മൃതദേഹം കണ്ടെത്തി. ഹിമാചൽ പ്രദേശിലെ 5 ജില്ലകളിൽ റെഡ് അലർട്ട്. പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയ നാവികസേനാ ഉദ്യോഗസ്ഥനെ അറസ്റ്റിൽ. പിടിയിലായത് നാവികസേനയിലെ ക്ലർക്കായ ഹരിയാന സ്വദേശി വിശാൽ യാദവ്. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയിലെ വനിതയ്ക്കാണ് വിവരങ്ങൾ കൈമാറിയത്. ജമ്മുകാശ്മീരിൽ ടൂറിസം പുനരുജ്ജീവിപ്പിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഇതിനായി ഉന്നതതല യോഗം പഹൽഗാമിൽ ചേരും. എല്ലാ സംസ്ഥാനങ്ങളിലെയും ടൂറിസം സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുക്കും. രാജ്യത്തെ ആദ്യത്തെ വന്യമൃഗ പാത തുറന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. രാജസ്ഥാനിലാണ് പാത തുറന്നത്. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ ഭാഗമാണ് കോറിഡോർ. ഛത്തീസ്ഗഡിൽ ഏറ്റുമുട്ടലിൽ 2 മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തി സുരക്ഷാസേന. വനിതാ മാവോയിസ്റ്റുകളെയാണ് വധിച്ചത്. തെലങ്കാനയിൽ റെയിൽവേ ട്രാക്കിലൂടെ കാർ ഓടിച്ച യുവതി. 7 കിലോമീറ്ററോളം യുവതി ട്രാക്കിലൂടെ കാറിൽ സഞ്ചരിച്ചു. കാർ നിർത്തിയപ്പോൾ നഞ്ചക്ക് ഉപയോഗിച്ച് പോലീസിനെ ആക്രമിച്ച യുവതി. കുട്ടികളുടെ വാക്സിനേഷൻ വിഷയത്തിൽ ഇന്ത്യ വലിയ വെല്ലുവിളി നേരിടുന്നതായി റിപ്പോർട്ട്. 2023 കണക്കനുസരിച്ച് 1.44 ദശലക്ഷം കുട്ടികൾക്ക് വാക്സിനേഷൻ ലഭിച്ചിട്ടില്ലെന്ന് പഠന റിപ്പോർട്ട്. പഠനം നടന്നത് ഗ്ലോബൽ ബർഡൻ ഓഫ് ഡിസീസസ് 2023 ഡേറ്റയെ അടിസ്ഥാനമാക്കി. രാജ്യാന്തര വാർത്തകൾ.
ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗൈ. ആണവ കേന്ദ്രങ്ങൾ ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾക്ക് വിധേയമായി ഇറാനിലെ ആണവോർജ്ജ ഏജൻസിയും മറ്റ് സ്ഥാപനങ്ങളും പരിശോധനകൾ നടത്തിവരികയാണെന്നും ബഗൈ. ഇറാനിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട തെറ്റായ വാർത്ത നൽകിയ CNN മാധ്യമപ്രവർത്തകയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലേഖനമെഴുതിയ നതാഷ ബെർട്രാഡിനെ പുറത്താക്കണമെന്ന് ട്രംപ്. നതാഷ US പൈലറ്റുമാരെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ട്രംപ്. ഇന്തോ പാക് വെടിനിർത്തലിന് പിന്നിൽ താനെന്ന് ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പരസ്പരം പോരടിച്ചാൽ വ്യാപാര കരാറുകളിൽ ഒപ്പിടില്ലെന്ന് ഇരു രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തിയെന്ന അവകാശവാദം. പരാമർശം ഹേഗിലെ നേറ്റോ ഉച്ചകോടിക്കിടെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ. ന്യൂയോർക്ക് മേയർ പ്രൈമറിയിൽ വിജയിച്ച സുഹ്റാൻ മംദാനിയെ അധിക്ഷേപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മംദാനി 100% കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനാണെന്ന് ട്രംപ്. ഡെമോക്രാറ്റുകൾ അതിരുകടന്നുവെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ. അഴിമതി കേസിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ക്രിമിനൽ വിചാരണ അവസാനിപ്പിക്കണമെന്ന് ട്രംപ്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും വിമർശനം. ട്രംപിന്റെ പോസ്റ്റ് ബിബി എന്ന പേരിൽ. മെക്സിക്കോയിൽ ആൾക്കൂട്ടത്തിന് നേരെ വെടിവെപ്പ്, 12 പേർ കൊല്ലപ്പെട്ടു. ആക്രമണം പ്രാദേശിക ആഘോഷ പരിപാടിക്കിടെ. 3000-ലേറെ കാറുകളുമായി പോകുമ്പോൾ തീപിടിച്ച കപ്പൽ പസഫിക് സമുദ്രത്തിൽ മുങ്ങി. മോർണിംഗ് മിഡാസ് എന്ന കപ്പലിനാണ് ജൂൺ 3-ന് തീപിടിച്ചത്. അപകടം ചൈനയിൽ നിന്ന് മെക്സിക്കോയിലേക്കുള്ള യാത്രയ്ക്കിടെ. റഷ്യയിൽ നിന്നുൾപ്പെടെ ഭീഷണി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ ചിലവ് വർദ്ധിപ്പിക്കാൻ നേറ്റോ തീരുമാനം. നെതർലൻഡ്സിലെ ഹേഗിൽ ചേർന്ന ഉച്ചകോടി. GDPയുടെ 5% അംഗരാജ്യങ്ങൾ പ്രതിരോധ ചെലവിന് നൽകും. ബിസിനസ് വാർത്തകൾ. സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുന്നു. കേരളത്തിൽ 1 ഗ്രാമിന് 9,070 രൂപയാണ്. 1 പവൻ സ്വർണ്ണത്തിന് 72,560 രൂപ. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അയവായതോടെ ഇന്ത്യൻ വിപണികളിൽ വൻ നേട്ടം. സെൻസെക്സ് 1000 പോയിന്റ് ഉയർന്ന് ക്ലോസ് ചെയ്തു. നിഫ്റ്റി 25,500-ന് മുകളിൽ. നിക്ഷേപകർ ഒരു ദിവസം ഉണ്ടാക്കിയത് 3.33 ലക്ഷം കോടിയുടെ ലാഭം. അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയിൽ വളർച്ചാ മുരടിപ്പ്. 0.5% കുറവ് രേഖപ്പെടുത്തി. ട്രംപിന്റെ വ്യാപാര നയങ്ങൾ തിരിച്ചടിയായെന്ന വാണിജ്യവകുപ്പ് പുറത്തുവിട്ടത് ജനുവരി-മാർച്ച് പാദത്തിലെ കണക്കുകൾ. രാജ്യത്തെ 5-1 UPI ഉപയോക്താക്കളും സാമ്പത്തിക തട്ടിപ്പ് നേരിട്ടിട്ടുണ്ടെന്ന സർവേ ലോക്കൽ സർക്കിൾസ് പുറത്തുവിട്ടത്. കഴിഞ്ഞ 3 വർഷത്തെ കണക്ക്. 51% ഇരകൾ തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും സർവേ. ലുലു IT ഇരട്ട ടവറുകൾ കാക്കനാട് സ്മാർട്ട് സിറ്റിയിൽ ശനിയാഴ്ച പ്രവർത്തനം തുടങ്ങും. IT ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളാണ് ലുലു IT ട്വിൻ ടവറുകളിൽ ഒരുക്കിയിട്ടുള്ളത്. IT സമുച്ചയം യാഥാർത്ഥ്യമായിരിക്കുന്നത് 1,500 കോടിയിലേറെ രൂപയുടെ മുതൽ മുടക്കിൽ. പ്രമുഖ ഗൃഹോപകരണ സ്ഥാപനമായ ഗോവു നന്ദിലത്ത് G-Mart ചില്ലാക്സ് ഓഫറിലെ ഭാഗ്യശാലികളെ തെരഞ്ഞെടുത്തു. 10 ഭാഗ്യശാലികളെയാണ് തെരഞ്ഞെടുത്തത്. ഇടപ്പള്ളിയിലെ നന്ദിലത്ത് G-Mart ഷോറൂമിൽ ഹൈബീഡൻ MP ആണ് നറുക്കെടുപ്പ് നടത്തിയത്. വിജയികൾക്ക് മാരുതി എസ്പ്രസോ കാർ സമ്മാനമായി നൽകും. സംരംഭക മേഖലയിലേക്ക് കടന്നുവരുന്നവർക്ക് പരിശീലനം ആവശ്യമാണോ? മോട്ടിവേഷൻ ക്ലാസുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രചോദനം എങ്ങനെ നിലനിർത്തണം? നെഗറ്റീവ് കമന്റുകളോട് എങ്ങനെ പ്രതികരിക്കണം? ബിസിനസ് കോച്ചും മോട്ടിവേഷണൽ ട്രെയിനറുമായ പ്രവീൺ ചിറയത്ത് സംസാരിക്കുന്നു. വാല്യൂ പ്ലസിൽ. പ്രോഗ്രാം 24-ന്റെ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും കാണാം. നാളെ വൈകുന്നേരം 7:30. ക്രിസ്ത്യൻ സഭയിൽ നമ്മൾ ഈ ധ്യാനങ്ങൾക്ക് പോകുമ്പോൾ ഈ സ്തുതിപ്പ് എന്നൊരു സാധനം ഉണ്ടല്ലോ, ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ പറഞ്ഞു. ആ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ടിട്ട് 1 മിനിറ്റ് നേരം കണ്ടു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ വട്ടാണോ എന്ന് തോന്നും. ഇതേപോലെ ട്രെയിനർമാർ ചിലപ്പം ഉറക്കം വരണതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ഓഡിയൻസിന്റെ ശ്രദ്ധ പോകണ്ടെന്നൊക്കെ തോന്നുമ്പോൾ ചില ആക്ടിവിറ്റികൾ ചെയ്യും. യെസ് യു ക്യാൻ കം ഓൺ എന്നൊക്കെ പറയും. ഇത് മാത്രം അപ്പോൾ അത് ഭയങ്കര ജോഷായതുകൊണ്ട് ചില ട്രെയിനർമാർ അത് കട്ട് ചെയ്തെടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടും. അപ്പം അതിൻ്റെ അടിയിൽ കമന്റ് വരും. കായിക വാർത്തകൾ. ഫിഫ ക്ലബ് ലോകകപ്പിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി യുവന്റസ് വമ്പൻ പോരാട്ടം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ജയിക്കുന്നവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവും. ഫിഫ ക്ലബ് ലോകകപ്പിൽ റയൽ മാഡ്രിഡിന് ആശ്വാസം. വയറിലെ അണുബാധ മാറി സൂപ്പർ താരം കിലിയൻ എംബാപ്പെ പരിശീലനം പുനരാരംഭിച്ചു. ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ നിന്ന് പേസർ ഹർഷിത് റാണയെ റിലീസ് ചെയ്തു. മറ്റൊരു താരത്തിന്റെ ഫിറ്റ്നസിൽ ആശങ്കയുള്ളതിനാലായിരുന്നു റാണയെ ടീമിൽ ഉൾപ്പെടുത്തിയത്. ഇംഗ്ലണ്ടിനെതിരായ 2ാം ടെസ്റ്റിൽ ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബൂംറ കളിച്ചേക്കില്ല. ജോലിഭാരം പരിഗണിച്ച് താരത്തിന് വിശ്രമം അനുവദിച്ചേക്കും. ജൂലൈ 2 മുതൽ എഡ്ജ്ബാസ്റ്റണിലാണ് മത്സരം.
സൗദി 2020 ലീഗിനെ എതിർക്കാൻ BCCIയും ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡും ലീഗിന് താരങ്ങളെ വിട്ടുകൊടുക്കില്ല. 3442 കോടി ചെലവിട്ടാണ് സൗദി ലീഗ് വരുന്നത്. റൊണാൾഡോ അൽ നസറിൽ തുടരും. സൗദി ക്ലബ്ബ് അൽ നസറുമായുള്ള കരാർ പുതുക്കി ക്രിസ്ത്യാനോ റൊണാൾഡോ. 2027 വരെയാണ് പുതിയ കരാർ. കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. മോഹൻലാലിന്റെ തെലുങ്ക് ചിത്രം കണ്ണപ്പ നാളെ തിയേറ്ററുകളിലേക്ക്. ബുക്കിംഗ് വിവരം പുറത്തുവിട്ട താരം. വിശ്വാസം ശക്തിയാകുമ്പോൾ ഒരു യോദ്ധാവ് ജനിക്കുന്നുവെന്നാണ് മോഹൻലാലിന്റെ പോസ്റ്റ്. ഫാക്ട് ചെക്ക്. ഇറാൻ ഇസ്രയേൽ സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിൽ 729 എന്ന ബാർകോഡുള്ള ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജം. ഇസ്രയേൽ അധിനിവേശത്തെ സഹായിക്കുന്ന മാർക്കറ്റ് സ്ഥാപനങ്ങളെ കണ്ടെത്തിയെന്ന അവകാശവാദത്തോടെയാണ് സന്ദേശം പ്രചരിക്കുന്ന സന്ദേശം വ്യാജം. ഇനി നാളെ അറിയാൻ. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. എറണാകുളം, തൃശൂർ, കോട്ടയം, ഇടുക്കി, വയനാട്, പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി. എറണാകുളം പാറക്കടവ് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേലച്ചന്ത നാളെ രാവിലെ 10:30 പ്രസിഡന്റ് SV ജയദേവൻ ഉദ്ഘാടനം ചെയ്യും. സൗജന്യ പച്ചക്കറി തൈ വിതരണമുണ്ടാകും. പാലക്കാട് അയലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മുഴുവൻ സമയ ചികിത്സാ സൗകര്യം ലഭ്യമാക്കുന്നതിനായി സായാഹ്ന OP ആരംഭിക്കുന്നു. നാളെ വൈകിട്ട് 3-ന് കരിങ്കുളം കേന്ദ്രത്തിൽ K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. വയനാട് പുൽപ്പള്ളിയിൽ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനും എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനും സംയുക്തമായി വിവരങ്ങൾ കൈമാറുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനുമായി നിധി ആപ്കെ നിക്കാത്ത് ജില്ലാ ബോധവൽക്കരണ ക്യാമ്പും ഔട്ട്റീച്ച് പ്രോഗ്രാമും നടത്തും. നാളെ രാവിലെ 9-ന് പുൽപ്പള്ളി പാമ്പ്ര പാൽ സൊസൈറ്റിയിലാണ് പരിപാടി. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് സബ്സിഡിയോടുകൂടി പുരപ്പുറ സൗരോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിന് KCB നടപ്പാക്കുന്ന സൗര പദ്ധതിയിൽ അംഗമാകുന്നതിന് സ്പോട്ട് രജിസ്ട്രേഷൻ നാളെ. പാലാ, ഇരാറ്റുപേട്ട, രാമപുരം, പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി എന്നീ KCB ഓഫീസുകളിൽ ഇതിനുള്ള സൗകര്യമുണ്ടാകും. ഇപ്പോൾ കിട്ടിയ വാർത്തകൾ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ BJP നിലംതൊടില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് കുനാൽ ഘോഷ്. BJP 50-ൽ താഴെ സീറ്റുകളിൽ ഒതുങ്ങുമെന്നും തൃണമൂൽ നേതാവ്. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴ തുടരും. 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പശ്ചിമബംഗാളിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന BJP പ്രവർത്തകന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതി പിടിയിൽ. അറസ്റ്റിലായത് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകൻ അരുൺ ഡേ. 100 ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.